കാലിക്കറ്റ് ബീച്ചിന്റെ മുഖച്ഛായം ഇതുപോലെ മാറിയിട്ട് കുറച്ചധികം ദിവസമായിട്ടോ. ഇടയ്ക്ക് കാലിക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ കൂടി ബീച്ചിലേക്ക് എത്തിപ്പെടേണ്ട ഇപ്പോഴാണ് ടൈമായത്. എന്തായാലും ആദ്യ കാഴ്ചയിൽ തന്നെ അടിപൊളി. അതിനിടയ്ക്ക് മക്കളെ പേരിലുള്ള ആ ഒരു ടോയ്സും കൂടി കണ്ടപ്പം കുറച്ചു നേരം നോക്കി നിന്നു കേട്ടോ. പഴയ ആ പെട്ടിക്കടകളുടെ വൈബും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഇതും താരതമ്യേന കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പ് തന്നെയാണ്. കുറച്ചുകൂടി വൃത്തി കൂടുതലുള്ളതായിട്ട് എനിക്ക് തോന്നി. മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ. മുന്നേ നമ്മൾ വരുന്ന സമയത്ത് മണ്ണിലും പൊടിയിലൊക്കെ ഇരിക്കണമല്ലോ. മുഖച്ഛായ മാറിയിട്ടുണ്ടെങ്കിലും ഐറ്റംസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണെന്ന് കേട്ടോ വിചാരിച്ചത്. പിന്നെ പല വീഡിയോസിലും ബൺമസ്ക കൊണ്ട് തട്ടിയിട്ട് നടക്കാൻ വയ്യാന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിവിടെ ഒരു ബൺമസ്ക പോലും കണ്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ നമ്മളിത് അവിടുന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്ന കാടമുട്ട, കല്ലുമ്മക്കായ, ഉപ്പിലിട്ടത് അതൊക്കെ തന്നെയായിരുന്നു. കൂന്തൽ നിറച്ചത് ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, ഭയങ്കര റേറ്റ് ആയിരുന്നു. പിന്നെ റേറ്റ് കൂടുതലായതുകൊണ്ടും മുന്നേ ട്രൈ ചെയ്തുകൊണ്ടും അത് വേണ്ടാന്ന് വെച്ചു. അവിടുന്ന് നേരെ ബീച്ചിലോട്ട് നോക്കിയപ്പോൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ പ്രോഗ്രാമൊക്കെ കണ്ടു കേട്ടോ. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെ സ്കൂൾ കാലഘട്ടവും അന്നത്തെ പരിപാടികളൊക്കെ ഓർമ്മയാവും. അങ്ങനെ ഇരിക്കുക എല്ലാ കടയിലും പുതിയൊരു സംഭവം ഇടം പിടിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഐറ്റം ചെമ്മീൻ സ്റ്റിക്ക്. എന്നാൽ പിന്നെ അതുകൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. ഒരെണ്ണത്തിന് 50 രൂപയാണ്. പുറത്തുള്ളത് സമൂസ പാറ്റി ആണെന്ന് തോന്നുന്നു. അതിൻ്റെ അകത്തുള്ളത് ചെമ്മീൻ റോസ്റ്റ് പോലത്തൊരു സംഭവമാണ്. ഒരു ഓക്കെ ഫീൽ. നമ്മളിത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ തൊട്ട് പിന്നിന്ന് കോഴിക്കോടിലെത്തിയാലുള്ള സ്ഥിരം കാഴ്ചയായിട്ടുള്ള അന്യ സംസ്ഥാനത്ത് വന്ന ഒരു സ്ത്രീ കാശിന് വേണ്ടിയിട്ടാണ് ചോദിച്ചത്. കയ്യിൽ കാശില്ല, ഗൂഗിൾ പേ ആണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വിടാൻ മനസ്സില്ല. എന്നാൽ പിന്നെ കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് വെച്ചപ്പോൾ അവർ ചൂണ്ടിക്കാണിച്ചതോ കൂന്തൽ നിറച്ചത്. അതിൻ്റെ റേറ്റ് കൊണ്ട് നമ്മളെ വാങ്ങി കഴിച്ചില്ല. തൽക്കാലം ഒരു പ്ലേറ്റ് കാടമുട്ട വെച്ചിട്ട് ചേച്ചിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഐസ്ക്രീം വേണമെന്ന് കരയുന്ന റേക്കാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അവിടുന്ന്